നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും ഒരുപാട് കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു. അതേപോലെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കിനും റെസ്ട്രിക്ഷൻസ് വന്നു. ഒരൊറ്റ ട്വീറ്റ് കൊണ്ടൊക്കെ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇമേജ് കൊളാപ്സ് ആവും. ഒരാളെ എപ്പോഴും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനോ പറ്റില്ല. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ബാക്ക് ഫയർ ചെയ്യും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആൾക്കാർ, നമ്മുടെ ഓഡിയൻസിൻ്റെ പതുക്കെ അവരുടെ പെർസെപ്ഷൻ ഇത് പി ആർ അല്ലേ എന്ന് പറയും. അത് നല്ല സ്റ്റോറി, നല്ല നരേറ്റീവ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഇമോഷണലായിട്ട് ഒരു സാധനവും ട്വീറ്റ് ചെയ്തെന്നാണോ പറയുന്നത്? അതെ. എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ സമയത്ത് വരുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ജനകീയമായിട്ടുള്ള ഒരു ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പോൾ സൈക്കിളിൽ വന്ന് വോട്ട് ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഇലക്ഷൻ വേണ്ടി ചെയ്യും. എക്സാക്ട്ലി. ആൾക്കാരെങ്ങനെയാണ് പി ആറിനെ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്? പലപ്പോഴും നമ്മളെ പൊതുവേദിയിൽ നല്ല കാര്യം സംഭവിച്ചാലും മോശം കാര്യം സംഭവിച്ചാലും അത് ഉടനെ പി ആർ മാനേജ് ചെയ്യുന്നതാണെന്ന് പറയും. ആൾക്കാരെങ്ങനെയാണ് പി ആറിനെ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്? കാരണം ഏകദേശം 20 വർഷമായിട്ട് താങ്കൾ പി ആറിലുണ്ട്. പക്ഷേ പി ആറിൽ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് 10+ അധികം വർഷമായിട്ട് പി ആറിനൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. പണ്ടും ഉണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ഞാൻ പറഞ്ഞൊരു 10 വർഷമായിട്ട് പി ആർ ചെയ്യുന്നത് കുറ്റമാണ്, അല്ലെങ്കിൽ അത് പി ആർ അല്ലേ, അനീഷ് പറഞ്ഞ പോലെ അത് പി ആർ അല്ലേ എന്നൊരു വ്യാഖ്യാനം വരുന്നുണ്ട്. അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ ഒരു ഡെഫിനിഷൻ, പി ആറിൻ്റെ അർത്ഥമോ അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ പി ആർ എന്ന് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പി ആർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബേസിക്കലി ഒന്നുമില്ല, പെർസെപ്ഷൻ മാനേജ്മെൻ്റ് ആണ്. അപ്പം പണ്ട് കോവിഡിനൊക്കെ മുമ്പ്, കുറേ നാൾ മുമ്പ് നമ്മൾ കൂടുതലും സ്ട്രെസ്സ് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ പ്രിൻ്റ്, വിഷ്വൽ, ഓൺലൈൻ ന്യൂസ് മീഡിയ പ്ലാറ്റ്ഫോം അതായിരുന്നു, റേഡിയോ, ഇതായിരുന്നു നമ്മൾ കൂടുതലും സ്ട്രെസ്സ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്കിനും എല്ലാവർക്കും എന്തും ചെയ്യാം, എല്ലാവർക്കും എന്തും ഡൂവബിളാണ് സോഷ്യൽ മീഡിയ വഴി എന്ന് വന്നപ്പോഴത്തേക്കിനും ബേസിക്കലി ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ ഡിഫൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ മീഡിയ വഴി കിട്ടുന്നത് ഏൺഡ് പി ആർ. വാട്ട് എവർ യു ഗെറ്റ് ത്രൂ ഏൺഡ് പി ആർ, ദാറ്റ് ഈസ് റിയൽ പി ആർ. ഡിജിറ്റലി ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നത് കുറച്ചും കൂടെ ഒരു പെയ്ഡ് ഫേസ് ഉണ്ട് അതിനകത്ത്. അത് തെറ്റൊന്നുമില്ല. പക്ഷേ അതിനകത്ത് കുറച്ചും കൂടെ ഓഫ് ലേറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കെട്ടിച്ചമച്ച അല്ലെങ്കിൽ ഓർഗാനിക് അല്ലാത്ത കോണ്ടൻറ്റ്സ് വരുമ്പോഴത്തേക്കിനും നമുക്ക് കാഴ്ചക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഒന്നും സിങ്ക് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വരും. അപ്പം ആൾക്കാർ, നമ്മുടെ ഓഡിയൻസിൻ്റെ പതുക്കെ അവരുടെ പെർസെപ്ഷൻ ഇത് പി ആർ അല്ലേ എന്ന് പറയും. അത് നല്ല സ്റ്റോറി, നല്ല നരേറ്റീവ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കുള്ള അച്ചീവ്മെൻറ്റ് നമ്മൾ പറയുന്നതിന് ഒരു തെറ്റുമില്ല. ബീറ്റ് എ പി ആർ ഓർ നോട്ട്, അത് നമ്മൾ പറയുക വേണം. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരാ പറയുന്നത്? അത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ട്വീറ്റ് കൊണ്ടൊക്കെ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇമേജ് കൊളാപ്സ് ആവും. ഒറ്റ ട്വീറ്റ്. എൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ വില നമ്മളത് കൊടുക്കേണ്ടത് ആക്ച്വലി. അപ്പം ബ്രാൻഡ് കസ്റ്റോഡിയനും ബ്രാൻഡ് കൺസൾട്ടൻറ്റിനും ഇത് ഹാൻഡിൽ ചെയ്യുന്നവർക്കും ഇതിൻ്റെ ഒരു കൾച്ചറൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണം, ഒരു എസൻസ് അറിയണം, നമ്മുടെ ഓഡിയൻസ് ആരാന്ന് അറിയണം. അപ്പം അതില്ലാതെ നമ്മൾ ഒരു ട്വീറ്റോ നമ്മളൊരു മെസ്സേജ് നമ്മൾ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോഴത്തേക്കിനും എന്തുമാത്രം ബാക്ക് ഫയർ ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം ആക്ച്വലി. പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഒരു ബാക്ക് ബോണാണ്. അതിന് നമ്മൾ വളരെ സില്ലിയായിട്ട് കാണാൻ പാടില്ല. അനീഷ് നേരത്തെ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യുക്തിപരമല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ള എടുത്തുചാട്ടത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഇത് സംഭവിക്കാം. ഒരൊറ്റ ട്വീറ്റോ അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു മെസ്സേജ് കൊണ്ട് കൊളാപ്സ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഇമോഷണലായിട്ട് ഒരു സാധനവും ട്വീറ്റ് ചെയ്തെന്നാണോ പറയുന്നത്? അതെ. നിങ്ങൾ ഒരു ബ്രാൻഡ് പേഴ്സണലി കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഓഡിയൻസ് നമ്മുടെ ഇമോഷൻസ് പോലെയല്ല അവർ ചെയ്യുന്നത്. അവരുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇപ്പം നമുക്കങ്ങനെ ബയസ്ഡ് ആവാൻ പാടില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒരു വാർ നടക്കുന്നു, ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ വരുന്നു. അപ്പം എങ്ങനെ ഒരു ബ്രാൻഡ്, പക്ഷേ ബ്രാൻഡ് പോലും അറിഞ്ഞു കാണത്തില്ല, ബ്രാൻഡിൻ്റെ ഏജൻസിയോ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾ സൈഡിൽ നിന്ന് പേഴ്സണലി എൻ്റെ അഭിപ്രായം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രാൻഡിന് ഭയങ്കരമായിട്ടത് ഡാമേജ് ചെയ്യും. ശരി. പുള്ളിയുടെ പേഴ്സണൽ പേജിലാണെങ്കിൽ പോലും അതെ. പി ആർ എന്നു പറഞ്ഞാൽ ഇതൊരു ഡാമേജ് കൺട്രോളാണോ അല്ലെങ്കിൽ ഇതൊരു മാനിപ്പുലേഷനാണോ? പി ആർ ബേസിക്കലി പെർസെപ്ഷൻ മാനേജ്മെൻറ്റാണ്. അതിനകത്ത് ഡാമേജ് കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് ഉണ്ട്, ഇമേജ് ബിൽഡിംഗ് ഉണ്ട്.
ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ എപ്പോഴും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനോ പറ്റില്ല. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ബാക്ക് ഫയർ ചെയ്യും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സോ അൾട്ടിമേറ്റ്ലി PR-നെ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന പേര് പറയാൻ പറ്റുമല്ലോ ഉണ്ടാവും. നമ്മുടെ FMCG ബ്രാൻഡുകൾ, ഇന്ത്യയിലെ പ്രമുഖ FMCG ബ്രാൻഡുകൾ തന്നെ നമ്മൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയത്തില്ല, ഇരട്ടത്താപ്പ് നയത്തിൽ രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ബാക്ക് ഫയർ ചെയ്യാറുണ്ട്. അനീഷ്, ഇപ്പം അടുത്ത കാലത്ത് ഓൺലൈൻ ഗെയിമിൻ്റെ പരസ്യമോ അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ ഒരു എന്താ പറയുക ഡിജിറ്റൽ പ്രസൻസ് കുറച്ചൊന്നും കുറഞ്ഞിട്ടില്ല. ഗവൺമെന്റിന്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല ഭയങ്കര മണിയാണ് പമ്പിങ് ചെയ്യണേ ഇവരുടെ പ്രൊമോഷൻസ് വേണ്ടി. അത് ട്രഡീഷണൽ ആണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും. പക്ഷേ നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും ഒരുപാട് കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു. അതേപോലെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കിനും റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പം നമുക്കറിയാവുന്ന പല സെലിബ്രിറ്റീസും ഇതിനെ എൻറോസ് ചെയ്തിട്ടുമുണ്ട്. അപ്പം അത് തന്നെ വലിയൊരു വിധത്തിൽ അവർ ചെയ്തു. അവർ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവോ ഇതിൻ്റെ ലാർജർ പെർസ്പെക്റ്റീവിൽ ഇതെന്താ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഇമ്പാക്റ്റ് അറിയാതെ പോയി ബ്രാൻഡിനെ എൻറോസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഈ പറയുന്ന ബ്രാൻഡുകളുടെ പെനട്രേഷൻ ഇപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ചെറിയ ചെറിയ ലോക്കൽ സ്പോൺസർഷിപ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ബ്രാൻഡിൻ്റെ നെയിം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് പ്യൂർ മാനിപ്പുലേഷൻ. പണ്ട് ഈ പറഞ്ഞതുപോലെ FMCG അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നൊരു ബ്രാൻഡ്, ഒരു കമോഡിറ്റി ആണ് പലപ്പോഴും PR-നെ ആശ്രയിച്ചിരുന്നത്. ഇപ്പോൾ പേഴ്സണലി ഒരു ഇവൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ ഇതിനെല്ലാം PR യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത് PR ഇത് വൈറലാക്കാൻ വേണ്ടി ഒരു PR-നെ റിക്രൂട്ട് ചെയ്യുന്നതാണോ? റിക്വയർമെൻറ്റ്സ് പലതാണ്. അപ്പം ബ്രാൻഡിൻ്റെ ഒരു പക്ഷേ ലോങ് ടേമിൽ, കാരണം ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ PR ഒരിക്കലും സെയിൽസ് കൊണ്ടുവരില്ല. PR സെയിൽസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടർ മാത്രം. ഒരിക്കലും ഒരു PR ഇൻഡയറക്റ്റ്ലി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു PR പ്രാക്ടീഷണറിന് പറ്റില്ല. PR ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് കൂടും, നിങ്ങളുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുമെന്ന് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പാടില്ല. കാരണം അൾട്ടിമേറ്റ്ലി PR-ൻ്റെ ജോലി എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഡിസമിനേഷനാണ്. ഓഡിയൻസിനെ അവരുടെ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് എത്തിക്കൽ വേയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എത്തിക്കൽ വേയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പ്രത്യേകിച്ച് ഒരു എലക്ഷൻ സമയത്താണെങ്കിൽ 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഇലക്ഷന് വേണ്ടി PR ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് കോണ്ടൻറ്റ്സ്. അതായത് ഒരു സ്ഥാനാർത്ഥിയുടെ കഴിവുകൾ വെച്ച് അവരെ അഡ്വൈസ് ചെയ്ത് ഇങ്ങനെയുള്ള കോണ്ടൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അത് ഓൾറെഡി ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താ ചെയ്യേണ്ടേ? ഒരു മിനിമം ഒരു 2 വർഷം മുമ്പെങ്കിലും ഇൻഡിവിജ്വലി ആയിട്ടുള്ള ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ആൾക്കാർ പതുക്കെ PR-നെ കുറിച്ച് അറിഞ്ഞു തുടങ്ങുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അൾട്ടിമേറ്റ്ലി പബ്ലിക് ഒപ്പീനിയൻ എടുക്കുക, എങ്ങനെ കുറച്ചും കൂടെ എൻഗേജ് ചെയ്യാൻ പറ്റുക. എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ സമയത്ത് വരുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ജനകീയമായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. സൈക്കിളിലൊന്ന് വോട്ട് ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഇലക്ഷൻ വേണ്ടി ചെയ്യാം. എക്സാക്ട്ലി. അപ്പം ഇലക്ഷൻ മുമ്പ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ 5 വർഷം കിടക്കുന്ന സമയത്ത് 5 വർഷം കൊണ്ട് എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇല്ല ഞാൻ പറഞ്ഞു, ചെയ്യുന്നവരുണ്ട്, ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു എന്താണ് യഥാർത്ഥ ജനസേവൻ എന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാരും കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഓർണമെന്റ്സിന്റെ ആവശ്യമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഓക്കെ ദിസ് ഇസ് മൈ വിഷൻ, ഇതെങ്ങനെ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ക്യാൻസൽ കൾച്ചർ ഇപ്പോൾ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്തും പെട്ടെന്നൊരു സാധനത്തിനെ ക്യാൻസൽ ചെയ്തതിനും വളരെ എളുപ്പമാണ്. ഇതൊരു മോബ് സൈക്കോളജിയാണോ അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ആണോ? ഇത് ആക്ച്വലി ഒരു മോബ് സൈക്കോളജി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ബോയ്ക്കോട്ടിങ് എ ബ്രാൻഡ് അല്ലെങ്കിൽ ബോയ്ക്കോട്ടിങ് എ ഷോ, ഈ ക്യാൻസൽ കൾച്ചർ ബേസിക്കലി ഓഡിയൻസ് അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്നത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് കിട്ടിയില്ലെങ്കിൽ അതിന് സംഭവിക്കാം. 2, ബ്രാൻഡിൻ്റെ കൂടുതൽ സമയത്തും ബ്രാൻഡിൻ്റെ മിസ്കമ്മ്യൂണിക്കേഷൻ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം മിക്ക ബ്രാൻഡുകളുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ, അങ്ങനെ ഒരു ഇഷ്യൂ നടക്കുമ്പോഴാണ് പബ്ലിക്ക് ഭയങ്കരമായിട്ട് അജിറ്റേറ്റഡ് ആവുന്നത്. ഇപ്പം നമ്മൾ അനീഷോ ഞാനോ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോറിൽ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത മൾട്ടിപ്പിളായിട്ട് ചില അൺപ്ലസൻറ്റ് കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അൺപ്ലസൻറ്റ് ആക്ടിവിറ്റീസ് നടക്കുമ്പം
ചിലപ്പോൾ നമ്മളിടന്ന് റെസ്പോണ്ട് ചെയ്തില്ലായിരിക്കും. പക്ഷെ ഒരു തവണ നമ്മൾ ശ്രമിക്കും, രണ്ടു തവണ ശ്രമിക്കും, പക്ഷെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോവില്ല, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു റിവ്യൂ ഇടും. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മളിപ്പോൾ മനുഷ്യ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ, റെസ്റ്റോറൻറ്റിൽ പോകുമ്പം വളരെ സട്ടിലായിട്ട് വന്ന റെസ്റ്റോറൻറ്റ് മാനേജറോ എൻ്റെ പേരും കൂടെ ചേർത്തൊന്ന് റിവ്യൂ ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ യു ആർ ബേസ്ഡ് ഓൺ യുവർ ഗൂഗിൾ റിവ്യൂ. പണ്ടൊരു തമാശയ്ക്കാണെങ്കിൽ ആൾക്കാർ പറയുന്നത് ഇഫ് യു ഡോണ്ട് എക്സിസ്റ്റ് ഇൻ ഗൂഗിൾ യു ഡോണ്ട് എക്സിസ്റ്റ്. അപ്പം അത് ബേസിക്കലി ആൾക്കാർക്ക് പേടിയാണ്. ആക്ച്വലി ആൾക്കാർ ബ്രാൻഡ്സ് ഭയങ്കരമായിട്ടും ഒരു കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് പബ്ലിക് ഒപ്പീനിയന് വേണ്ടിയും അവരുടെ കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഏത് സെക്ടറിലും ക്രൈസിസ് വരാം. ഒരു സെക്ടറിനും ക്രൈസിസ് ഞങ്ങൾക്ക് വരില്ല എന്ന് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇതെല്ലാം മാനേജ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി. കാരണം ഇതേ കസ്റ്റമേഴ്സ് തന്നെയാണ് നാളെ നിങ്ങൾക്ക് വേണ്ടി ഈ വേർഡ് ഓഫ് മൗത്ത് ക്യാമ്പയിനൊക്കെ ചെയ്യാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ PR എത്രമാത്രം മാറിയിട്ടുണ്ട്? PR ലാർജ്ലി, ഞാൻ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ മീഡിയയുടെ ഒപ്പം തന്നെ ലാർജ്ലി സോഷ്യൽ മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന്, ദ ഫാസ്റ്റസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. രണ്ട്, ഈ ബ്രാൻഡ്സിൻ്റെ ഓൺ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ, ഓഡിയൻസിനെ ഡയറക്റ്റ്ലി റീച്ച് ചെയ്യാൻ ഒരു മിഡിൽ മാൻ ആവശ്യമില്ലാതെ ഡയറക്റ്റ്ലി റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ എന്താ പറയുക, ഒരു ഫോർമാറ്റ് വേണമെന്നില്ല. യു ക്യാൻ എക്സ്പ്രസ് യുവർ സെൽഫ്. ഈ പറയുന്ന പബ്ലിക് അത് ഭയങ്കരമായിട്ട് കേൾക്കും. ദേ വിൽ ലിസൺ ടു യു. അപ്പം ഇത്രയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള സമയത്ത് PR ഒരിക്കലും ഈ പറയുന്ന ഡിജിറ്റൽ വേൾഡ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അതൊരു ടൂൾ തന്നെയാണ് ഇപ്പോൾ. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ടൂൾ തന്നെയാണ്. ഹാവിങ് സെറ്റ്, നമ്മളെപ്പോഴും ബിലീവ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആൻഡ് ക്ലാരിറ്റി. കമ്മ്യൂണിക്കേഷനിൽ ഇത് രണ്ടും വേണം, അത് ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് തന്നെ നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള മീഡിയ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും, ജേർണലിസ്റ്റ് ആണെങ്കിലും അവരും ഭയങ്കര കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന സോഷ്യൽ മീഡിയ നമുക്ക് അത് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യു ആർ ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യുവർ ഓഡിയൻസ്. അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ശരിയാണ്. എല്ലാത്തിനും പ്രോസും കോൺസും ഉണ്ടാവും. ബട്ട് ഇന്നത്തെ കാലത്ത് അത് നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. ശരിയാണ്. അതിൻ്റെ ഒരു ആസ്പെക്റ്റും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദുഃഖകരമായ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പുതിയ ജനറേഷൻ കുറച്ച് പേരേ ഉള്ളൂ ന്യൂസ് കൺസെപ്ഷനുള്ള ആപ്പറ്റൈറ്റ് ഉള്ളത്. അപ്പം അവർ പക്ഷേ കൂടുതൽ ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യുന്നത് ഈ പറയുന്ന അവരുടെ ഇൻഫ്ലുവൻസേഴ്സ് വഴിയാണ്. ഇപ്പോൾ പല ബ്രാൻഡ്സും ദേ ആർ സ്പെൻഡിങ് മോർ മണി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ്. എല്ലാവർക്കും അല്ല, ബട്ട് ഒരു അൺബയസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ പബ്ലിക് അപ്പീലിംഗ് ആയിട്ടുള്ള അക്കൗണ്ട്സിനെ ഫോളോ ചെയ്യുന്നതാണ്. ഞാൻ കൂടുതലും ആ ട്രെൻഡ് കാണുന്ന FMCG അല്ലാതെ ഞാൻ കൂടുതൽ ഫുഡ് ഡെഫിനറ്റ്ലി. പക്ഷേ ട്രാവൽ ടൂറിസം സെക്ടറിൽ ഇത് നാഷണലി ഭയങ്കരമായിട്ട് റീച്ച് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൊളാബറേറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വിച്ച് ഇസ് എ ഗുഡ് സൈൻ ആക്ച്വലി. പണ്ട് ഒരു കൺട്രോൾഡ് വൈറാലിറ്റി ആയിരുന്നു. നമുക്കൊരു PR ടീമിനൊരു കൺട്രോളുണ്ട്. ഇപ്പം ടെലിവിഷൻ ആയാലും, ഞാൻ എഡിറ്റോറിയൽ കൺട്രോൾ അല്ല പറയുന്നത്, കണ്ടൻറ്റ് കൊടുക്കുന്നതിൽ കൺട്രോൾ. ടെലിവിഷൻ ആയാലും ശരി, ന്യൂസ് പേപ്പർ ആയാലും ശരി, ഓൺലൈൻ ആയാലും ശരി, നമുക്ക് റേഡിയോ ആയാലും ശരി, ഒരു കൺട്രോൾഡ് വൈറാലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു അൺകൺട്രോൾഡ് വൈറാലിറ്റിയാണ്. നിങ്ങൾക്ക് ആരെയും നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന്, ഇപ്പം ഒരാൾക്ക് വൈറലാവണം തീരുമാനിച്ച് എന്തും ചെയ്യാം. ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണ് രണ്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെ? ബ്രാൻഡ്സിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ, ഇഫ് യു ആർ പെർഫോമിങ് ഇൻ എ എത്തിക്കൽ വേ, ഞാൻ ഒന്നും കൂടെ വാക്ക്, എത്തിക്കൽ വേ, ഒന്നും ഹൈഡ് ചെയ്യാനില്ലാത്തവർക്ക് ബേസിക്കലി PR വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, എന്താണ് ജേർണലിസ്റ്റിന് വേണ്ടത്? ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയല്ല മീഡിയ ഇവിടെ ഇരിക്കുന്നത്. ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരും അല്ല ജേർണലിസ്റ്റും. പക്ഷേ റെസ്പെക്റ്റീവായിട്ടുള്ള അവരുടെ ഓഡിയൻസ്, അവരുടെ വായനക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ പ്രേക്ഷകർക്ക് ഈ ന്യൂസ് കൊണ്ട് എന്ത് ഗുണം എന്ന് ചിന്തിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഒരു ബ്രാൻഡിൻ്റെ സ്റ്റോറിയും അവർ കൊടുക്കുകയുള്ളൂ. അപ്പം ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ബ്രാൻഡ്സ് അതനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ബ്രാൻഡ് മാനേജേഴ്സോ അല്ലെങ്കിൽ PR ടീംസോ അതനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, എൻ്റെ ബ്രാൻഡിന് അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി ഒരു പക്ഷേ ഓഡിയൻസ് ഒരു സോഫ്റ്റ് സ്റ്റോറി എന്നൊക്കെ പറയുന്ന പോലെ ആവാം. അല്ലെങ്കിൽ ദിസ് ഈസ് സംതിങ് റിയലി ഗുഡ്. ഒരു സ്റ്റാർട്ടപ്പിന് $1 million ഫണ്ടിങ് കിട്ടിയെന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് റിയലി ഗുഡ്. അത് ഹോൾ കമ്മ്യൂണിറ്റിക്കും സ്റ്റേറ്റിനും ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പറയാം ഇതൊക്കെയാണ് എന്നുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഇപ്പം ഒരാളുള്ളതും ഷീ ഈസ് ഓൾസോ ഇൻഫ്ലുവൻസർ.
പക്ഷേ ഇത് നമുക്ക് നമ്മുടെ നാട്ടിലൊരു സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ആർക്കും എന്തും ആരെക്കുറിച്ച് എങ്ങനെയും പറയാം എന്നുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് റൂൾ വരുന്നുണ്ട്, വരാൻ പോകുന്നുള്ളൂ. എനിക്ക് തോന്നിയൊരു കാര്യം, ഈ കമ്മ്യൂണിക്കേഷനിലും ഒരു സിവിക് സെൻസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ശരിയാണ്. ഇപ്പോൾ നമ്മൾ അനീഷ് സെൽഫ് ഡ്രൈവ് ചെയ്യുന്ന ആളാണ് അനീഷ്, ഞാനും സെൽഫ് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. നമ്മൾ ട്രാഫിക് കൂടെ പോകുന്നു, സിഗ്നലാണെന്ന് അറിഞ്ഞിട്ടും ഹോങ് ചെയ്യുന്നവരുണ്ട്, റൈറ്റ്? സീബ്ര ലൈനിൽ വണ്ടി നിർത്തുന്ന ആൾക്കാരുണ്ട്, പെഡസ്ട്രിയൻസിനെ കൺസിഡർ ചെയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ചില സമയത്ത് നമ്മുടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അതെ, എക്സാക്ട്ലി. അപ്പം നമ്മൾ ഈ സിവിക് സെൻസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കൺസിഡർ ഫോർ യുവർ ഫെലോ പീപ്പിൾ. അതെ, നമുക്കിപ്പം 5 സെക്കൻഡ് 10 സെക്കൻഡ് ലാഭമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സിഗ്നൽ ജമ്പ് ചെയ്യാതിരിക്കുക. അപ്പം ഒരു അഗ്രഷൻ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. ഇതേ സെയിം തന്നെയാണ് ഇൻ ദ സോഷ്യൽ മീഡിയ. നമുക്കൊരു സിവിക് സെൻസ് എല്ലാവർക്കും സ്വയം നിയന്ത്രിക്കണം. എക്സാക്ട്ലി, എല്ലാവർക്കും അത് ഇല്ല എന്നല്ല പറയണേ. ഒരു സെറ്റ് ഓഫ് കുറച്ച് പേർക്ക് അത് അറിവില്ലായ്മയുണ്ടാണ്. കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ഓൾസോ എ പബ്ലിസിറ്റി ചിന്തിക്കുന്ന ഒരു ടീമുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ അത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ക്രിയേറ്റേഴ്സിനെ കുറിച്ചും ആരെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ലോങ് ടൈമിൽ നോക്കുക, അതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, അടുത്തിടയ്ക്ക് കുറച്ച് നാൾ മുമ്പ് വളരെ അടുത്തുള്ള ഒരു മീഡിയ ഫ്രണ്ട്സ് പറഞ്ഞൊരു കാര്യം, നമുക്ക് ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള ന്യൂസ് കൺസ്യൂം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബില്യണിയറിൻ്റെ പതനം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, ഒരു CCTV, ഒരു കമോഷൻ, ഇതൊക്കെ എൻ്റെ അടുത്തൊരു സീനിയർ ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെ ചാനലിൽ ഏറ്റവും തപ്പുന്ന CCTV ആണ്. CCTVയിൽ അപകടം, കൊലപാതകം, കുത്തിക്കുത്ത്, CCTV ജേർണലിസമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പലയിടത്തും. അത് വളരെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റാണ് പറഞ്ഞത്. അത് ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ സൈക്കോളജി ആണ്. എക്സാക്ട്ലി. അപ്പം അത് വെച്ചിട്ട് ഞാൻ അനീഷിനും എനിക്കോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു പരിധി വരെ നമുക്ക് അത്രയ്ക്ക് തൊലിക്കെട്ടിയൊന്നുമില്ല, നമുക്ക് പോയി അങ്ങനെ നാണം കെടാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള ഡെയറിങ്ങാണ്, മറ്റേ പഴയ ട്രൂത്ത് ഓർ ഡെയർ പോലെ ഡെയറിങ് ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും, പീപ്പിൾ ഷുഡ് റിമെമ്പർ മീ, പീപ്പിൾ ഹാവ് ടു റിമെമ്പർ എന്ന് ഒരു ഡിസിഷൻ എടുത്തുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഗവൺമെൻറ് ലെവലിൽ കുറച്ചൊരു ഓഡിറ്റിംഗ് കൊണ്ടുവന്ന് എല്ലാവർക്കും പോയി കേസ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമൊക്കെ അതിക്രമിച്ചിരിക്കുക. അപ്പം അങ്ങനെ വന്നു. ഇനിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നാളെ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നവരുമായിട്ട് ഒരു ബ്രാൻഡ് കൊളാബറേറ്റ് ചെയ്യാൻ മിക്ക ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും ഒരു വെരിഫിക്കേഷനും ഓഡിറ്റൊക്കെ നടത്തും. ഇവരുടെ വീഡിയോസ് എങ്ങനെയായിരുന്നു. സമ്മറി ഓഫ് ദ സ്റ്റോറി ഈസ്, ബ്രാൻഡ് കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് വേണം അവരുടെ കോണ്ടന്റും കമ്മ്യൂണിക്കേഷനും ഈ പ്ലാറ്റ്ഫോമിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. ശരിയാണ്. അല്ലെങ്കിൽ അത് ബാക്ക് ഫെയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോൺട്രവേഴ്സി വൈറലാവാൻ സെക്കൻഡുകൾ മതി. അത് കാട്ടുതീ പോലെ പോയിട്ട് ഡാമേജ് കൺട്രോളിന് PR-ന് എത്ര നേരം കിട്ടും? ഒരു ഗോൾഡൻ അവർ അല്ലെങ്കിൽ ഫസ്റ്റ് അവർ എന്ന് പറയുന്നത്, യു നീഡ് ടു റെസ്പോണ്ട് ഇൻ ദ നെക്സ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 2 hours റെസ്പോണ്ട് ചെയ്തേ പറ്റുള്ളൂ. അതിനകത്ത് ഞാൻ അങ്ങനെ പറയുമെങ്കിലും ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക, ലീഗൽ ഇൻപുട്സും കാര്യങ്ങളും എടുക്കണം. അങ്ങനെ എടുക്കാൻ നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു ഇമോഷൻ്റെ പുറത്ത് നമ്മൾ ഈ ബ്രാൻഡ് വോഴ്സ് കാണിക്കുന്ന പോലെ അല്ല ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പം ബ്രാൻഡുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ലൂപ്പ് ഹോൾസ് ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ പെർസ്പെക്റ്റീവ് നോക്കി എന്താണ് നമുക്ക് പറയാനുള്ളത് എന്ന് താഴെ പോകാനും പറ്റില്ല. അപ്പോൾ അതൊരു 1 to 2 hours മസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ ആരെയാണ് ആ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ആരെയാണ് കാണുക? ആരായിട്ടാണ് സംസാരിക്കുക? നമ്മൾ ഇനിഷ്യലി എന്താ പറയുക, ബ്രാൻഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബ്രാൻഡ് മാനേജർ അല്ലെങ്കിൽ ഒരു കോം ടീം ഉണ്ടാവും. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി നമ്മുടെ അടുത്തൊരു പ്രോബ്ലം ഇഷ്യൂ എന്താണെന്ന് പറയും. നമ്മൾ അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ നോക്കും. ആൻഡ് ദെൻ യു നീഡ് ടു ഫ്ലോട്ട് ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം സ്ട്രാറ്റജി പെട്ടെന്ന് തന്നെ അത് റോൾ ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇത് പിടിച്ചു നിർത്തിയേ പറ്റുള്ളൂ. പൈസ കൊടുത്ത് കൊടുക്കാൻ നോക്കുമോ? പൈസ കൊടുക്കുന്നത് ആർക്കാണ് പൈസ കൊടുക്കുന്നത്? ഇപ്പോൾ പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. കാരണം ഈ പെയ്ഡ് മീഡിയ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ആൾക്കാരെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല. കാരണം വായിക്കുന്നവരാണ്, ഇത് കാണുന്നവരാണ്, അവർക്കറിയാം എന്താണ് പെയ്ഡും ഡിജിറ്റൽ അവയർനെസ്. എക്സാക്ട്ലി. ഓർഗാനിക് അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ബ്രാൻഡ്സ് ഹാവ് ടു സ്പെൻഡ്, ദേ വിൽ. പക്ഷേ ഈ പറയുന്ന, കാരണം ഇക്കോസിസ്റ്റം അങ്ങനെ ബിൽഡ് ചെയ്തേക്കുന്നത്. പക്ഷെ ഒരു അബദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ബ്രാൻഡിനെ അറിയാം, ബ്രാൻഡിനൊരു ബാധിക്കുന്ന ഒരു കോൺട്രവേഴ്സി ആണെങ്കിൽ
they have to respond immediately next 1 to 2 hours. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ സൈലൻസ് ആണോ അപ്പോളജി ആണോ നല്ലത്? It's apology. അല്ല, നമ്മൾ പലപ്പോഴും പറയില്ലേ അതവൻ പറഞ്ഞോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യുന്ന മതി എന്ന് പറയില്ലേ? എന്തൊരു പ്രശ്നം എന്ന് പറയാൻ വെച്ചാൽ, അതായത് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, റൈറ്റ്? അപ്പം വൺ സൈഡ് ഒരു സ്റ്റോറി വന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ മീഡിയ ഫ്രെറ്റേണിറ്റി ഒരു സ്റ്റോറി ചെയ്യുമ്പോൾ ഈ പറയുന്ന അഫക്റ്റഡ് പാർട്ടി അല്ലെങ്കിൽ രണ്ട് സൈഡിൽ അവർ റീച്ച് ഔട്ട് ചെയ്യാൻ എടുക്കും. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് പത്രം വായിക്കുന്നവർക്കോ അല്ലെങ്കിൽ ടി വി കാണുന്നവർക്കോ അറിയാം ആരാണ് ഇതിനകത്ത് മെയിൻ അക്യൂസ് ചെയ്ത ആൾക്കാർ. അവരുടെ പ്രതികരണം കിട്ടാൻ ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഫോർ കമൻറ്റിങ് എന്ന് വരും. അത് പണ്ടുള്ളൊരു സിസ്റ്റം, നിങ്ങൾ ഇപ്പം പറയാൻ നിൽക്കേണ്ട, പറഞ്ഞ വേഴ്സൺ ആവും എന്നുള്ളതാണ്. ശരിയാണ്. പക്ഷേ ഇതിനകത്തൊരു സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്റ്റോറി ഒരു കോർപ്പറേറ്റിനെതിരെ നിരന്തരമായിട്ട് നെഗറ്റീവ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഈച്ച് മൊമെൻറ്റ് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണ്. ഇത് സത്യമാണ്, അല്ലെങ്കിൽ അവരെന്താ മിണ്ടാതിരിക്കുന്നത്, ഇത് സത്യമാണ് എന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് കുറച്ചും കൂടെ കോൺക്രീറ്റ് ആയിട്ട് അവരുടെ ഇനിഷ്യൽ ബിലീഫിനെ ശരിയാക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തഡായിപ്പോൾ. ഐഡിയലി വാട്ട് ഷുഡ് ഡു ഈസ് യു നീഡ് ടു റെസ്പോണ്ട്. ശരി, കോർപ്പറേറ്റ് അങ്ങനെ ചില ആൾക്കാരെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസ്പോണ്ട് ചെയ്യുമ്പം കാൽക്കുലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ആക്ച്വലി എന്താണ് നടന്നത്, നിങ്ങളുടെ വേർഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനകത്ത് അൾട്ടിമേറ്റ്ലി. അപ്പം അപ്പോളജി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു നഷ്ടം വരാൻ പോവില്ല. യു ആർ ആക്ച്വലി ഇൻഫോമിങ് ദ പബ്ലിക് ദാറ്റ് ഐ എം സോറി. ആൻഡ് അത് ഒരു ഇമോഷൻ കണക്റ്റിങ് സാധനമാണ്. നോ റെസ്പോൺസ് അല്ലെങ്കിൽ സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സംതിങ് ഫിഷി, ആ ഒരു സെൻസ് ആയിപ്പോൾ സംതിങ് ഫിഷി എന്നുള്ള ഒരു ഇഷ്യൂ ആയിപ്പോൾ. പക്ഷെ അപ്പോളജി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. ഓർഗാനിക് ആയിട്ടുള്ള സാധനമുണ്ട്, PR ഇൻഫ്യൂസ്ഡ് സാധനമുണ്ട്. ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾ PR ആണെന്ന് പറയൂല, അത് വേറെ കാര്യം, ട്രേഡ് സീക്രട്ടാണ്. പക്ഷേ എന്നാലും ഞാനൊരിത് പറയാം. അതായത് ചില കോണ്ടന്റ്, ചില ഇപ്പം വിഷ്വൽ ആണെങ്കിലും പ്രിൻ്റ് ആണെങ്കിലും പെയ്ഡ് കോണ്ടൻറ്റ്സ് അല്ലെങ്കിൽ ഓർഗാനിക് അല്ലാത്ത ഇനോർഗാനിക് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ടാവും. പരസ്യമാണെന്ന്, അല്ലെങ്കിൽ ഫോണ്ട് ഡിഫറൻസ് ഉണ്ടാവും. ന്യൂസിൻ്റെ ഫോണ്ടും നമ്മുടെ അഡ്വർട്ടോറിയലിൻ്റെ ഫോണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, അത് ഇറ്റ്സ് മെൻഷൻ ദാറ്റ് ഇറ്റ് ഈസ് അഡ്വർട്ടോറിയൽ, ഇറ്റ് ഈസ് എൻ അഡ്വർട്ടോറിയൽ. പക്ഷേ ദർ ആർ സ്റ്റോറീസ്, അവിടെയാണ് PR റോൾ ഇരിക്കുന്നത്. ഇപ്പം അവിടെ ചിന്തിക്കുന്നത് പറഞ്ഞാൽ ഈ ബ്രാൻഡിൻ്റെ ന്യൂസ് എത്രമാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രമാത്രം പബ്ലിക്കിന് ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരാളൊരു പുതിയൊരു സ്റ്റോർ തുടങ്ങി അല്ലെങ്കിൽ ഒരു സെയിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെയൊക്കെ ഉള്ളൂ പബ്ലിക്കിന് വേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം PR മാനേജേഴ്സ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ കൺസൾട്ടൻസ് എപ്പോഴും ബ്രാൻഡുമായിട്ടുള്ള നിരന്തരമുള്ള കമ്മ്യൂണിക്കേഷനിൽ ലൈക്ക് ഒരു മാസം എന്തൊക്കെ ആക്ടിവിറ്റി നടത്തും, നെക്സ്റ്റ് 3 months, ആൻഡ് ഓരോ വീക്കിലും ഓരോ ആക്ടിവിറ്റി വരുമ്പോൾ ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ബ്രാൻഡ് കൺസൾട്ടൻസ്മാരോ അല്ലെങ്കിൽ കൂടുതൽ ബ്രാൻഡ് കൺസൾട്ടൻസ് ഞാൻ പറയുന്നില്ലെങ്കിലും PR ടീമും കോപ്കോമും ഡിസൈഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യു നീഡ് മീഡിയ ടു പബ്ലിസൈസ് ദിസ്. അല്ലെങ്കിൽ മീഡിയ സ്റ്റോറി എടുക്കണമെങ്കിൽ ഐഡിയലി നിങ്ങൾ ചിന്തിക്കേണ്ടത് ആം ഐ ക്വാളിഫൈഡ്, ഈസ് മൈ കോണ്ടന്റ് വർത്ത് ഇനഫ് ടു ക്യാരി. അല്ലാതെ വെറുതെ ഗ്യാസ് കൊടുത്തിട്ട് ചെയ്യാൻ ഇപ്പം മീഡിയ അത് എടുക്കില്ല. അഡ്വർടൈസർ ഡിഫറെൻറ്റ് സ്റ്റോറി. അഡ്വർടൈസ്മെൻ്റ് ഇല്ല, ഒരു വിധത്തിലും ഇതില്ല. വെറുതെ എനിക്കൊരു സുപ്രഭാതത്തിൽ എൻ്റെ ബ്രാൻഡിനെ കുറിച്ച് മീഡിയയിൽ വരണമെന്ന് പറയുമ്പോൾ ഇന്ന് ആൾക്കാർ കുറച്ചും കൂടെ കോൺഷ്യസ് ആണ് ദാറ്റ് എന്തെങ്കിലും ഒരു ന്യൂസ് വർത്തിനെസ് അല്ലെങ്കിൽ ന്യൂസ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില സെക്ടേഴ്സിൽ ശരിക്കും PR ബൂസ്റ്റ് കൊടുക്കേണ്ട സാധനമുണ്ട്. അതായത് ഡിസേർവിങ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഉണ്ടാവും, അത് ബീറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ കോർപ്പറേറ്റ്. ഇപ്പോൾ അവർക്ക് അത് ഓൺ ചെയ്യുന്നവരോ അത് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ PR എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഈ ഒരു എൻഗേജ്മെൻറ്റ് ആവശ്യം എന്താണെന്ന് റെലവൻസ് അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഡു ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡിന് കിട്ടുന്ന സപ്പോർട്ട് വളരെ ഇതാണ്. കോൺട്രോവേഴ്സീസ് ക്രിയേറ്റ് യെസ്. അറിയാതെയോ PR-നെ ടൂളാക്കുന്നുണ്ടോ? അറിയാതെ സംഭവിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതുണ്ട്. നമ്മളത് ചെയ്തിട്ടില്ല, ഡെഫിനറ്റ്ലി അത് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഇതിനകത്ത് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിഷേ സൈക്കോളജിക്കൽ ഒരു സാധനമാണ്. അതായത് ബോട്ടം ലൈൻ ഈസ് എവരി വൺ ലവ്സ് പബ്ലിസിറ്റി. അത് ഏത് വേ ആണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നെഗറ്റീവ് പബ്ലിസിറ്റീസ് ഈസ് ഓൾസോ എ പബ്ലിസിറ്റി.
കാരണം അവിടെ ഒരു ഇൻട്രാക്ഷൻ എൻഗേജ്മെൻറ്റ് അവിടെ നടക്കുന്നത്. ഒരു കോണ്ടൻറ്റ് കമൻ്റായിട്ട് കുറേ അബ്യൂസീവായിട്ട് കോണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേർഡ്സ് എക്സ്ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ പോലും അത് ഭയങ്കരമായിട്ട് അത് റീച്ച് ആവുന്നുണ്ട്. പക്ഷേ സാഡസ്റ്റ് പാർട്ട് ഈസ് ബേസിക്കലി ഉദ്ദേശിച്ച ലക്ഷ്യം ലോങ് ടൈമിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഈ പറയുന്ന ചില വിഭാഗങ്ങൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എങ്ങനെയും എനിക്കൊരു വിസിബിലിറ്റി വേണം. ഓർഗാനിക്കലി അവർക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നും കാണില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു ബഹളം ഒരു നോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ദേ ഡു ഇറ്റ്. അല്ല, ആ നോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഗുണകരമായ സന്ദർഭങ്ങളുണ്ടോ? ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. പക്ഷെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നമ്മുടെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. പക്ഷെ നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇത് മൾട്ടിപ്പിൾ ഐഡിയാസിൻ്റെ കൂടെ ആയിരിക്കും ഇത് പറയുന്നത്. പക്ഷേ ഇതിനൊരു സസ്റ്റൈനബിലിറ്റി ഇല്ല. ലോങ് ടേമിൽ ഇത് നിലനിൽക്കത്തില്ല. അന്നേരമായിരിക്കും ഇത് ഇത്രയും വേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം FMCGയുടെ കാര്യം പറഞ്ഞു, പൊളിറ്റിക്കൽ കാര്യം പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ PR-ൻ്റെ കാര്യം പറഞ്ഞു. വളരെ ചെറിയൊരു ഓർഗനൈസേഷൻ, ഇപ്പോൾ എൻ്റെ ഒരു കമ്പനി, ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കമ്പനിയുടെ സിസ്റ്റം, നമ്മൾ PR ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്താ യു ആർ യുവർ ഇൻഫ്ലുവൻസ് എന്ന് പറയും. കാരണം ഒരു പേഴ്സണൽ ബ്രാൻഡ്, പ്രത്യേകിച്ച് പേഴ്സണൽ ബ്രാൻഡിന് നമ്മൾ വേണ്ട അല്ലെങ്കിൽ റിക്വയർ ആയിട്ടുള്ള ബേസിക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് ക്ലാരിറ്റി, കൺസിസ്റ്റൻസി, കോണ്ടൻറ്റ്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയും ക്ലാരിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റാണ്. പല പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കും 4 കോണ്ടൻറ്റുള്ള സാധനമുണ്ട്, എനിക്കൊരു മാസത്തേക്കുള്ള കോണ്ടൻ്റ് ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല, ലോങ് ടേമിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാരിറ്റിയും കൺസിസ്റ്റൻസിയും നമുക്കില്ലെങ്കിൽ ഞാൻ അത് അവസാനം പറഞ്ഞ കമ്മ്യൂണിക്കേഷനും ഈ പറയുന്ന കോണ്ടൻറ്റും നമുക്കില്ലാതായി മാറും. ഇപ്പം അനീഷ് എന്ന് പറയുന്ന വ്യക്തി, റൈറ്റ്? സോ ദ വേ ദാറ്റ് യു ടോക്ക്, ദ വേ യു ഇൻട്രാക്ട് വിത്ത് ദ പീപ്പിൾ, ഒരുപാട് പിന്നെ സെലിബ്രിറ്റീസ് ഇൻ്റർവ്യൂ എടുത്ത ആണ് അല്ലേ? അപ്പം അനീഷിൻ്റെ വേ ഓഫ് ഇൻ്റർവ്യൂയിങ് അല്ലെങ്കിൽ അനീഷിൻ്റെ വേ ഓഫ് ഇൻട്രാക്ടിങ് വിത്ത് പീപ്പിൾ ഉണ്ട്, റൈറ്റ്? അതിനകത്ത് ബഹളങ്ങളില്ല, അതിനകത്ത് ഭയങ്കര ഒച്ചപ്പാടില്ല. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ചായപ്പീടികയിലിരുന്ന് സംസാരിക്കുന്ന ഒരു ഫീലും ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് പീപ്പിൾ വാണ്ട്. ഒരു ദാറ്റ് ഈസ് യുവർ യുണീക്നെസ്. അപ്പം ഓരോരുത്തർക്കും ആ ഒരു യുണീക്നെസ് കണ്ടെത്തി പ്രൊപ്പഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും നമുക്ക് ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൽ വേറൊരാൾക്ക് ഇങ്ങനെ വന്നു എനിക്കും അങ്ങനെ വേണം അല്ല. യു ഹാവ് യുവർ ഓൺ USPs. അത് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക, അത് നിങ്ങൾ പബ്ലിസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ കൃത്യമായി കൺസിസ്റ്റൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പക്ഷേ അൾട്ടിമേറ്റ്ലി PR എന്ന് പറഞ്ഞാൽ ബ്രാൻഡിനെ രക്ഷിക്കാനുള്ളൊരു സെറ്റപ്പ് അല്ലേ? ബ്രാൻഡിൻ്റെ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ ബ്രാൻഡ് ഇതിനെ ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമെങ്കിൽ ചിലർക്ക് ആ ടേം ഭയങ്കര ബുദ്ധിമുട്ടാണ്, യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഞാൻ എൻ്റെ കൊളീഗ്സും തമ്മിൽ ഡിബേറ്റ് ഉണ്ടാകുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. Let me put in this way. PR is basically an art of storytelling. പക്ഷേ നിങ്ങളുടെ കഥകൾ കേൾക്കാൻ സുഖം ഉണ്ടായിരിക്കണം, ഇമ്പമുള്ള കഥകളായിരിക്കണം. അതിനകത്ത് വരുന്ന പല ഫാക്ടേഴ്സാണ് റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റും ക്രൈസിസും ഇമേജ് ബിൽഡിങ്ങും ഓഡിറ്റും കാര്യങ്ങളെല്ലാം. അൾട്ടിമേറ്റ്ലി ഇപ്പം നമ്മുടെ പല ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ അതിനെല്ലാം ഓരോ സ്റ്റോറി ഉണ്ടാവും. ഈ സ്റ്റോറി എല്ലാം സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് നമ്മളെങ്ങനെ അറിയുന്നത്? ഓൾറെഡി ഈ പ്രിൻറ്റ് ഫോമാറ്റും ഡിജിറ്റൽ വീഡിയോ ഫോമാറ്റും ഒക്കെ വഴിയാണ് നമ്മൾ അറിഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ റിയലി ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദ PR. സാഡസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോഴും ചില ബ്രാൻഡുകൾക്ക് എന്താണ് റിയൽ PR എന്ന് ചിലർക്ക് ഇപ്പോഴും അറിയില്ല. സത്യം മറച്ചു വയ്ക്കലാണോ PR? അല്ല, അതിനൊരു ഭാവിയില്ലെന്ന് ഞാൻ പറയണേ. കാരണം നിങ്ങൾക്ക് സത്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു കമ്പനിയോട്. ചില സമയത്ത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ ഈ PR-നൊരു എത്തിക്സ് ഉണ്ട്. അൺഎത്തിക്കലി വർക്ക് ചെയ്യാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അൺഎത്തിക്കലി വർക്ക് ചെയ്യാം. ബട്ട് എത്തിക്കൽ വേ ഓഫ് ഡൂയിങ് ഇറ്റ് നിങ്ങൾ ആരോടാണ്? അനീഷ് എൻ്റെ സുഹൃത്താണ്. അതേപോലെ നമുക്ക് മീഡിയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഈ സൗഹൃദം വേറെ, ജോലി വേറെ. പക്ഷെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറച്ചു വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുമ്പോൾ വി നീഡ് ടു തിങ്ക് ദാറ്റ്
ഈ പറഞ്ഞ നമ്മൾ ബേസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ട് സോഴ്സ് ഉണ്ട് അതിൻ്റെ കറക്റ്റ് ആസ്പെക്റ്റ് കിട്ടാൻ. ഒരിക്കലും ഒരു മീഡിയ ഒരു PR കണ്ണടച്ച് പറയുന്ന എല്ലാം അങ്ങനെ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം. പക്ഷേ ജേർണലിസം ജോലിയും കൂടി ചെയ്യുമല്ലോ. ദേ ഷുഡ് ചെക്ക് ഇറ്റ്, ഫാക്ട്സും എല്ലാം ചെക്ക് ചെയ്യും. എക്സാക്ട്ലി. അപ്പം അങ്ങനെ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് നമ്മളത് അങ്ങനെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ തീർന്നു. കാരണം ഇതൊരു റിലേഷൻഷിപ്പ് അവിടെ തീർന്നു. പിന്നെ അങ്ങോട്ട് നമുക്ക് ആ ഒരു ആക്സസ് ഇല്ല. പക്ഷെ ചില സമയത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ സത്യമായിരിക്കും, പക്ഷേ ഈ ഇൻഫർമേഷൻ ഡിസമിനേറ്റ് ചെയ്യുന്ന ടൈം നമ്മളൊന്ന് മാറ്റും. അതിങ്ങനെയാണ്. പിന്നെ കുറച്ചുകൂടി പറയും ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ്. PR പരാജയപ്പെടുന്നത് എവിടെ? PR പരാജയപ്പെടുന്നത് PR എന്നറിയപ്പെടുമ്പോഴാണോ? അല്ല. ഇപ്പോഴും അത് പറയണം ആൾക്കാർക്ക്. പബ്ലിക്, അതായത് നമ്മളൊരു ബ്രാൻഡിനെ നമ്മൾ എന്തിനാണ് പരസ്യം ചെയ്യുന്നത്? അഡ്വർടൈസ്മെൻറ്റ് പബ്ലിക് അറിയണം, റൈറ്റ്? അങ്ങനെ പരസ്യം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ നാണക്കേടോ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. സെയിം തന്നെയാണ് ഈ പരസ്യവും PR-ഉം രണ്ടും ഒരമ്മ പെറ്റ മക്കൾ തന്നെ. പരസ്യം വിൽ ഗീവ് യു, അഡ്വർടൈസ്മെൻറ്റ് വിൽ ഗീവ് എ ബ്രാൻഡ് റെക്കഗ്നൈസേഷൻ, PR വിൽ ഗീവ് എ ബ്രാൻഡ് ക്രെഡിബിലിറ്റി. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം ഈ പറഞ്ഞ അടുത്തിടയ്ക്ക് സംഭവിച്ച കാര്യം മാത്രമേ ഉള്ളൂ ഇത്. ഈ പറഞ്ഞ PR എന്ന് പറയുന്നത് വലിയ നാണക്കേടാണ് എന്ന് നമ്മളായിട്ട് വരുത്തിയ സാധനമാണ്. ബട്ട് ഈ പറയുന്ന ആൾക്കാർക്കും PR ഇഷ്ടമാണ്. എന്നെക്കുറിച്ച് എൻ്റെ ഒരു സ്റ്റോറി വരിക, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു സ്പോട്ട് ചെയ്യുക, ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇത് പെർസെപ്ഷൻ്റെ ഒരു പ്രശ്നമാണ്. 20 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലേ PR-ൽ ഉണ്ട്. എൻഡിൽ നിങ്ങൾ എത്തുന്നത് ഒരു ഓഡിയൻസിലേക്കാണ്. ഓഡിയൻസിന് ഇപ്പോഴും ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒരു പരിധി വരെയൊക്കെ. പക്ഷേ ഇറ്റ്സ് എ ടഫസ്റ്റ് തിങ് ടു ഡു. അപ്പം ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയത് നമുക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഗുഡ് സ്റ്റോറിക്കുള്ള സ്കോപ്പുണ്ട്, റൈറ്റ്? അപ്പം നമ്മൾ ഭയങ്കര സംഭവമാണ്, നമ്മൾ ഭയങ്കര ബിൽഡപ്പ് കൊടുത്ത് നരേഷൻ പോകുന്നേക്കാൻ നല്ലത് വാട്ട് വി ഹാവ് ഡൺ, വാട്ട് ഹവ് ബീൻ ഡൂയിങ് ഇറ്റ്. ഈ സിവിക് സെൻസ് ഉള്ള സ്റ്റോറീസ് എന്നൊക്കെ പറയും. എനിക്ക് തോന്നിയൊരു വാക്കാണ് സിവിക് സെൻസ് ഉള്ള നരേഷനുണ്ട് വിച്ച് ക്യാൻ കണക്ട് ടു ദ പബ്ലിക് റിയലി വെൽ. ഓക്കെ ഋഷി, അപ്പോൾ PR-നെ കുറിച്ചുള്ള എല്ലാ മിസ്കൺസെപ്ഷൻ മാറട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.